വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. മൂവ്മെൻറ്റ് ഓഫ് എർത്ത്, റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭൂമിയുടെ റെവല്യൂഷനെ പറ്റി പഠിച്ചു. ഭൂമിയുടെ റെവല്യൂഷൻ എങ്ങനെയാണെന്നും അങ്ങനെ ഭൂമി റിവോൾവ് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും പറഞ്ഞു. അതിലവസാനം നമ്മൾ ഉത്തരായനം ആൻഡ് ദക്ഷിണായനം എന്ന് പറയുന്ന ഭാഗം പറഞ്ഞാണ് നിർത്തിയത്. അപ്പോൾ എല്ലാവരും ആ ക്ലാസ് കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അത് കണ്ടതിന് ശേഷം ഇന്നത്തെ ക്ലാസ് കാണുക. നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് പഠിക്കാൻ പോകുന്നത് സീസൺസിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു അടിസ്ഥാനമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കി വയ്ക്കാനായിട്ട് പോകുന്നത്. സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. PDF നോട്ട് അവൈലബിൾ ആണ്. PDF നോട്ട് ടെലഗ്രാം ചാനലിലാണ് കിട്ടുന്നത്. സോ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. വാട്സാപ്പിൽ ഞാൻ ചാനലിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ വാട്സാപ്പിൽ എപ്പോഴും ആക്റ്റീവ് ആകാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം ടെലഗ്രാം ജോയിൻ ചെയ്യുക. ടെലഗ്രാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജോയിൻ ചെയ്താൽ മതി. അവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് നോട്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. മാത്രമല്ല വരുന്ന ഓരോ നോട്ടുകളും ആ ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്കും എനിക്കും ഈസി എന്ന് പറയുന്നത് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അധികം സംസാരങ്ങളൊന്നുമില്ല, നേരെ ടോപ്പിക്കിലോട്ട് പോകുന്നു. ഉത്തരായനവും ദക്ഷിണായനവും നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാൻ ശ്രമിച്ചാലോ? അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ഓർമ്മയുണ്ടല്ലോ അല്ലേ? നമ്മുടെ ഭൂമി എന്ത് ചെയ്യുന്നു? സൂര്യനെ ചുറ്റി വരുന്നു അല്ലേ? ഭൂമി സൂര്യനെ ചുറ്റി വരുന്ന ആ ഒരു മൂവ്മെൻറ്റിന് നമ്മളൊരു പേര് പറഞ്ഞ് വിളിക്കും. എന്തുവാണ് ആ പേര്? ആ പേരാണ് റെവല്യൂഷൻ അല്ലേ? എന്താണ് വിളിക്കുന്നത്? റെവല്യൂഷൻ. അങ്ങനെ ഭൂമി റിവോൾവ് ചെയ്യുന്ന സമയം അത്രയും എന്താ പ്രത്യേകത? ഭൂമി അതിൻ്റെ ഈ ഒരു ചരിവ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും അല്ലേ? ആക്സിസിൻ്റെ ഈ ഒരു ചരിവ് റൊട്ടേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിവോൾവ് ചെയ്യുന്ന സമയം അത്രയും മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാരണം നമ്മുടെ സൂര്യൻ്റെ പൊസിഷൻ ഭൂമിയോട് അനുസരിച്ച് നോക്കുമ്പോൾ ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മളതിനെ എന്ത് വിളിക്കും? അപ്പാരൻ്റ് അല്ലേ? എന്തെന്ന് വിളിക്കും? അപ്പാരൻ്റ് പൊസിഷൻ ഓഫ് എന്തെന്ന് വിളിക്കും? സൺ എന്ന് വിളിക്കും. അപ്പോൾ സൂര്യൻ്റെ പൊസിഷൻ ഇങ്ങനെ അപ്പാരൻ്റായി ഷിഫ്റ്റ് ചെയ്യുന്ന കാരണം നമുക്കറിയാം എന്താ സംഭവിക്കുന്നത്. നമ്മുടെ ഭൂമിയിൽ കിട്ടുന്ന സൂര്യപ്രകാശത്തിൻ്റെ അളവ്, സൺലൈറ്റ് എന്ന് പറയുന്നത് എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരുപോലെയല്ല. വർഷത്തിലെ 2 ദിവസങ്ങൾ, ഏതൊക്കെ 2 ദിവസങ്ങൾ? മാർച്ച് 21-നും സെപ്റ്റംബർ 23-നും സൂര്യൻ നമ്മുടെ ഇക്വേറ്ററിൻ്റെ നേരെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റുന്നു? നമുക്ക് തുല്യമായ ഡേയും നൈറ്റും കിട്ടുന്നു. എന്നാൽ ജൂൺ 21-ന് സൂര്യൻ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നേരെയാണ് കാണുന്നത്. ആ ദിവസത്തെ സമ്മർ സോൾസ്റ്റൈസ് എന്ന് വിളിക്കും. പ്രത്യേകത, നോർത്തേൺ ഹെമിസ്ഫിയർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ നോർത്തേൺ ഹെമിസ്ഫിയറിലല്ലേ? അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഡേ ലൈറ്റ് കൂടുതലും നൈറ്റ് കുറവും. തിരിച്ച് ഡിസംബർ 22 ആകുമ്പോഴോ ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിന് നേരെയാണ് സൂര്യൻ നിൽക്കുന്നത്. ദിവസത്തെ വിളിക്കുന്ന പേര് വിൻ്റർ സോൾസ്റ്റൈസ് എന്നാണ്. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? സദേൺ ഹെമിസ്ഫിയറിലായിരിക്കും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്നത്. അപ്പം നമുക്ക് നോർത്തേൺ ഹെമിസ്ഫിയറുകാർക്ക് വിൻ്റർ ആയിരിക്കും. ഇന്ത്യ എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. കുറേ പേര് അന്ന് കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ കമൻറ്റ് ആയിട്ട് ഇട്ടിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഇന്ത്യ എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. 8 ഡിഗ്രി എന്ന് വിട്ട് 8 ഡിഗ്രി നോർത്തിന് മുകളിലോട്ടാണ് നമ്മുടെ ഇന്ത്യ കാണുന്നത്. സോ കംപ്ലീറ്റ് ആയിട്ട് എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പോൾ ഇത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് ഇതൊന്ന് ഫില്ല് ചെയ്യാൻ ശ്രമിച്ചേ. നോക്കിയേ, ഇക്വേറ്റർ നേരെ, സണ്ണിൻ്റെ അപ്പാരൻ്റ് പൊസിഷൻ ആർക്ക് നേരെയാണ്? ഇക്വേറ്ററിന് നേരെയാണ്. ഏതൊക്കെ ദിവസം? സെപ്റ്റംബർ 23-നും അതുപോലെ തന്നെ എന്നാണ്? മാർച്ച് 21-നും. സംശയമുണ്ടോ? നോക്ക്, മാർച്ച് 21-നും സെപ്റ്റംബർ 23-നും സൂര്യൻ ആർക്ക് നേരെ? ഇക്വേറ്ററിന് നേരെ. അതിനെ മാർച്ച് 21-ന് നമ്മൾ സ്പ്രിംഗ് ഇക്വിനോക്സ് എന്നും സെപ്റ്റംബർ നമ്മൾ എന്ത് വിളിക്കും? ഓട്ടം ഇക്വിനോക്സ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഓട്ടം ഇക്വിനോക്സ് എന്ന് വിളിക്കും. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലെങ്ത് ഓഫ് ദ ഡേയും ലെങ്ത് ഓഫ് ദ നൈറ്റും ഈക്വൽ ആയിരിക്കും. സദേൺ ഹെമിസ്ഫിയറിലും എന്ത് തന്നെയായിരിക്കും? അത് തുല്യമായിരിക്കും. കാരണം നോർത്തിലും സൗത്തിലും തുല്യമായി സൂര്യപ്രകാശം കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ സൂര്യൻ്റെ പൊസിഷൻ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നേരെ വരുന്നത് ഏത് ദിവസം? സൂര്യൻ്റെ പൊസിഷൻ ഈ പടം നിങ്ങൾ കാണാതെ പഠിച്ചു വച്ചേ പറ്റുള്ളൂ. ഈ ചാപ്റ്റർ സെറ്റ് ആക്കണമെങ്കിൽ ഈ പിക്ചർ ഇല്ലാതെ പറ്റത്തില്ല. അപ്പോൾ നോക്ക്, സൂര്യൻ്റെ പൊസിഷൻ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നേരെ വരുന്നത് ഏത് മാസമാണ്? ജൂൺ 21-നാണ് അല്ലേ? എവിടെയാണ്? ജൂൺ 21-നാണ്. ദിവസത്തിൻ്റെ പേരാണെന്ത്? സമ്മർ സോൾസ്റ്റൈസ്. പ്രത്യേകത, നോർത്തേൺ ഹെമിസ്ഫിയറിൽ സൂര്യപ്രകാശം കൂടുതലായിരിക്കും. അപ്പോൾ ലെങ്ത് ഓഫ് ദ ഡേ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലോങ്ങസ്റ്റ് ആയിരിക്കും. എന്തായിരിക്കും? ലോങ്ങസ്റ്റ് ആയിരിക്കും നോർത്തേൺ ഹെമിസ്ഫിയറിൽ. അപ്പോൾ ഇതിന് നേരെ എതിരായിരിക്കും സദേൺ ഹെമിസ്ഫിയറിൽ. പിക്ചർ കാണിച്ച് പഠിപ്പിച്ചു തന്നെയാണ്, ഓർമ്മ കാണുമല്ലോ അല്ലേ? സദേൺ ഹെമിസ്ഫിയറിൽ ഡേ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഷോർട്ടസ്റ്റ് ആയിരിക്കും അന്ന്.
ഇനി സൂര്യൻ്റെ പൊസിഷൻ ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിന് നേരെ വരുന്നത് ഏത് ദിവസം? ഡിസംബർ 22-ന്. സൂര്യൻ്റെ പൊസിഷൻ ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിന് നേരെ വരുന്നത് ഡിസംബർ 22-ന്. വിളിക്കുന്ന പേരെന്താണ്? വിൻ്റർ സോൾസ്റ്റൈസ്. വിൻ്റർ സോൾസ്റ്റൈസ് എന്ന് വിളിക്കും. പ്രത്യേകത എന്താണ്? വിൻ്റർ സമയമാകുമ്പോൾ നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിലെ ഡേ കുറവായിരിക്കും, നേരത്തെ അസ്തമിക്കും സൂര്യൻ, അല്ലെങ്കിൽ പ്രകാശം കുറയും. നൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നൈറ്റ് എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് ആയിരിക്കും. സദേൺ ഹെമിസ്ഫിയർ നേരെ തിരിച്ച് ഡേ ലോങ് ആയിരിക്കും, നൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഷോർട്ട് ആയിരിക്കും. ഇത് എഴുതുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ സെറ്റ്, അല്ലെങ്കിൽ ഒന്നുകൂടെ ക്ലാസ് കാണാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സീസണുകൾ. എന്താണ് സീസണുകൾ? അപ്പോൾ നമുക്കറിയാം, നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. നമ്മൾ ഡിസംബർ മാസം എടുക്കുകയാണേ. ഡിസംബർ മാസം ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നേരത്തെ സൂര്യൻ അസ്തമിക്കും, മാത്രമല്ല നല്ല തണുപ്പുമായിരിക്കും രാത്രി കാലങ്ങളിലൊക്കെ. ഇനി മാർച്ച് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ വരും, എന്താണ്? ഡേ ടൈമിൻ്റെ ഡ്യൂറേഷൻ കൂടുതലാണ്, അതുപോലെ എന്തായിരിക്കും? നല്ല ചൂടായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത് എല്ലാ വർഷവും ഏതാണ്ട് ഒരുപോലെ തന്നെ അല്ലേ നമുക്കിത് ഫീൽ ചെയ്യുന്നത്? അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ക്ലൈമറ്റ് അല്ലെങ്കിൽ നമ്മുടെ വെതർ എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള മാറ്റത്തെ നമ്മൾ 4 സീസണുകളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്പ്രിംഗ് സീസൺ, സമ്മർ സീസൺ, ഓട്ടം സീസൺ, വിൻ്റർ സീസൺ. സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, വിൻ്റർ. സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, വിൻ്റർ എന്നിങ്ങനെ എത്ര സീസണാണ് നമുക്കുള്ളത്? 4 സീസണുകളാണ് മൊത്തത്തിൽ ഉള്ളത്. അതറിയാമല്ലോ. അപ്പോൾ നമുക്ക് 4 എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യക്കാർക്ക് മൺസൂൺ സീസണുകളൊക്കെ വരാറുണ്ട്. ഇത് മൊത്തം ഭൂമിയുടെ കാര്യം പറയുന്നു. മൊത്തം ഭൂമിയെ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാനാണ് സാധിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് വരുന്ന ചോദ്യം അല്ലേ? ഒന്നാമത്തെ ചോദ്യം എന്തായിരിക്കും? എന്തുകൊണ്ടാണ് സീസൺസ് ഉണ്ടാകുന്നത് അല്ലേ? വൈ സീസൺസ് ചേഞ്ച്? അപ്പോൾ എന്തുകൊണ്ട് സീസൺസ് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പറയാനും നമ്മൾ ഇവിടെ തന്നെ പോകണം. നമ്മൾ ഈ ഒരു പിക്ചറിൽ തന്നെ പോകണം. അതാണ് ഞാൻ പറഞ്ഞത്, പിക്ചറിലാണ് കളിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒന്ന്, നമ്മുടെ ഭൂമി ഒരിടത്ത് ഇങ്ങനെ ചുമ്മാതിരിക്കുകയല്ല. ഭൂമി എന്ത് ചെയ്യുവാണ്? സൂര്യനെ ചുറ്റി വരികയാണ് അല്ലേ? നമ്മളിതിനെ എന്ത് വിളിക്കും? റെവല്യൂഷൻ എന്ന് വിളിക്കും. അങ്ങനെ ഭൂമി സൂര്യനെ ചുറ്റി വരുന്നത് കൊണ്ട് 365 ദിവസം കൊണ്ട് റിവോൾവ് ചെയ്യും. അങ്ങനെ റിവോൾവ് ചെയ്യുമ്പോൾ ഭൂമി ഈ പറയുന്ന എന്ത് മെയിൻറ്റെയിൻ ചെയ്യും? ചരിവ് മെയിൻറ്റെയിൻ ചെയ്യും. അതിനാണ് നമ്മൾ ടിൽറ്റ് എന്ന് പറയുന്നത്. ഈ ടിൽറ്റ് എന്ത് ചെയ്യും? മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഈ ടിൽറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാരണം എന്ത് പറ്റും? സൂര്യൻ്റെ പൊസിഷൻ ഭൂമിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ? ഇക്വേറ്റർ നേരെ വരുന്നു, ട്രോപ്പിക് ഓഫ് ക്യാൻസർ നേരെ വരുന്നു, തിരിച്ച് വീണ്ടും ഇക്വേറ്ററിൽ വരുന്നു, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ നേരെ വരുന്നു. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അപ്പാരൻ്റ് അല്ലെ? എന്താണ്? അപ്പാരൻ്റ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അപ്പാരൻ്റ് പൊസിഷൻ ഓഫ് എന്തെന്ന് പറയും? സൂര്യൻ അല്ലെങ്കിൽ സൺ എന്ന് പറയും. ഇത് കാരണം എന്ത് പറ്റും? നമ്മുടെ ഭൂമി കിട്ടുന്ന സൂര്യപ്രകാശം ഉണ്ടല്ലോ, സൺലൈറ്റ്, ഈ സൂര്യപ്രകാശത്തിൻ്റെ അളവിൽ എന്തുണ്ടാവുകയാണ്? വേരിയേഷൻ ഉണ്ടാവുകയാണ്. ആണോ അല്ലേ? ഇപ്പോൾ നമ്മുടെ ഇന്ത്യ എടുത്താൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയർ എടുത്താൽ തന്നെ എന്ത് പറ്റും? സൂര്യപ്രകാശത്തിൻ്റെ അളവിൽ എന്തുണ്ടാകും? വേരിയേഷൻ ഉണ്ടാകും. ഈ 2 കാരണങ്ങൾ, ഒന്ന് ഭൂമിയുടെ റെവല്യൂഷനും മറ്റൊന്ന് സൂര്യപ്രകാശത്തിൻ്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസവും കാരണമാണ് നമുക്ക് എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? നമുക്ക് ഈ പറയുന്ന സീസൺസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പഠിച്ചു വെച്ചോ. അപ്പോൾ വൈ സീസൺസ് ഒക്കർ, അല്ലെങ്കിൽ സീസൺസ് എന്തുകൊണ്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ സീസൺസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നത് ഓരോ വർഷവും ചോദിച്ചാൽ, ഒന്ന് ഭൂമിയുടെ റെവല്യൂഷൻ കാരണവും സൂര്യപ്രകാശത്തിൻ്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസം കാരണം. അപ്പോൾ നോക്കിയോ, ഡ്യൂ ടു ദ അപ്പാരൻറ്റ് ഷിഫ്റ്റ് ഇൻ ദ പൊസിഷൻ ഓഫ് ദ സൺ, ഡിഫറൻറ്റ് പ്ലേസസ് എക്സ്പീരിയൻസ് സ്പെസിഫിക് വെതർ പാറ്റേൺസ്. ഓരോ സ്ഥലങ്ങളും വ്യത്യസ്തമായ വെതർ പാറ്റേൺസ് ഒരു വർഷത്തിൽ എക്സ്പീരിയൻസ് ചെയ്യും. ഈ പാറ്റേണിനെയാണ് നമ്മൾ സീസൺ എന്ന് വിളിക്കുന്നത്. ഇനി കാരണം എന്താണ്? റെവല്യൂഷൻ ഓഫ് ദ എർത്തും അതുപോലെ വേരിയേഷൻ ഇൻ ദ അവൈലബിലിറ്റി ഓഫ് സോളാർ എനർജി അല്ലെങ്കിൽ സൺലൈറ്റ് ആണ് എന്ത്? സീസൺ ഉണ്ടാകാനുള്ള കാരണമെന്ന് പറയുന്നത്. അതിന് പ്രകാരമാണ് സ്പ്രിംഗ് എന്നും സമ്മർ എന്നും ഓട്ടം എന്നും വിൻ്റർ എന്നും പറയുന്ന സീസണുകൾ ഇങ്ങനെ സൈക്ലിക്കായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നത്. എന്ന് വെച്ചാൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാറി മാറി വരുന്ന ആ ഒരു പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് സീസണൽ ചേഞ്ച്. എന്താണ്? സീസണൽ ചേഞ്ച്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 4 സീസണുകളും ഏതൊക്കെ സമയത്താണ് വരുന്നതെന്നൊന്ന് പഠിച്ചാലോ? ഇവിടെ നോക്കിയടാ. അപ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് ചൂട് കൂടുതൽ കിട്ടുന്നത് സമ്മർ സീസണിലാണ്, തണുപ്പ് കിട്ടുന്നത് വിൻ്റർ സീസണിലാണ്. ഇത് രണ്ടും ഏത് കുട്ടിക്ക് അറിയാമെന്നുള്ള കാര്യമാണ്. സൂര്യപ്രകാശം കൂടുതൽ കിട്ടുമ്പോഴാണ് ചൂട് കൂടുന്നതെന്നുള്ളതും ലോജിക്കാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ജൂൺ 21 സൂര്യൻ എവിടെ നിൽക്കുകയാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നേരെ നിൽക്കുകയാണ്. എവിടെ നിൽക്കുകയാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നേരെ നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ എവിടെയാണ്? ഇതാണ് നമ്മുടെ ഭൂമിയെങ്കിൽ, ഇതാണ് നമ്മുടെ ഇക്വേറ്റർ എങ്കിൽ, ഇതാണ് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നേരെ സൂര്യൻ നിൽക്കുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ കൂടുതലായിട്ട് നമുക്ക് എന്ത് കിട്ടും? സൂര്യപ്രകാശം കിട്ടും.
അപ്പോൾ കൂടുതലായി സൂര്യപ്രകാശം കിട്ടുമ്പോഴാണല്ലോ സമ്മർ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും നമ്മുടെ സമ്മർ സീസൺ ആരംഭിക്കുന്നത് ജൂൺ 21, അവസാനിക്കുന്നത് സെപ്റ്റംബർ 23. എപ്പോഴാണ് തുടങ്ങുന്നത്? ജൂൺ 21 സൂര്യൻ്റെ പൊസിഷൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ നേരെ ആവുകയും സെപ്റ്റംബർ 23 വരെ സൂര്യൻ നോർത്തേൺ ഹെമിസ്ഫിയറിൽ തന്നെ തുടരുകയും ചെയ്യും. അല്ലേ? എന്ത് പറ്റും? സെപ്റ്റംബർ ആകുമ്പോൾ തിരിച്ചെവിടെയാണ് വരുന്നത്? ഇക്വേറ്റർ നേരെയാണ് വരുന്നത്. അപ്പോൾ ആ സമയം അത്രയും ഇവിടെ തന്നെയാണ്, നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെ മുകളിലാണ്. അപ്പോൾ ആ ഒരു സമയമായിരിക്കും നമുക്ക് സമ്മർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സമ്മറിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ നമ്മളെപ്പോഴും വിൻ്റർ പറയുന്നത്. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ഇതാ ഇവിടെയല്ലേ, ഇതാ ഏതാ നോക്കിയ ദിവസം? ഡിസംബർ 22 തൊട്ട് ഈ പറയുന്ന മാർച്ച് 21 വരെ സൂര്യൻ എവിടെയെന്ന് നോക്കടാ. നോക്കിയേ, ഡിസംബർ 22 സൂര്യൻ എവിടെയാണ്? ഈ ലൈനാണ് ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ. ഈ ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിന് നേരെയാണ് ആര് നിൽക്കുന്നത്? സൂര്യൻ നിൽക്കുന്നത്. ആർക്ക് നേരെ നിൽക്കുന്നത്? ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിന് നേരെയാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും? സദേൺ ഹെമിസ്ഫിയറിൽ കൂടുതലും സൂര്യപ്രകാശം കിട്ടും. ഇവിടെ കിട്ടത്തില്ല. നോർത്തേൺ ഹെമിസ്ഫിയറിൽ അത്രത്തോളം കിട്ടത്തില്ല. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയർ കിട്ടാതെ വരുമ്പോഴത്തേക്കും, നോർത്തേൺ ഹെമിസ്ഫിയർ ഒന്നുകൂടെ നോക്കിയോ, ഇതാണ് നമ്മുടെ ഭൂമി, ഇതാണ് നമ്മുടെ ഇക്വേറ്റർ, ഇതാണ് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ. ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിന് നേരെയാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും? കൂടുതൽ സൂര്യപ്രകാശവും കിട്ടുന്നത് എവിടെയായിരിക്കും? നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിലായിരിക്കും. അപ്പോൾ എന്ത് പറ്റും? സദേൺ ഹെമിസ്ഫിയർ ചൂടുണ്ടാവും, പക്ഷേ നോർത്ത് ചൂടുണ്ടാവോ? ഇല്ല. അപ്പോൾ ആ സമയം നമുക്ക് എന്തായിട്ട് തോന്നും? തണുപ്പുള്ള സമയം. എന്താണത്? നമുക്കിപ്പോൾ വിൻ്ററായിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയർ വെച്ച് നമ്മൾ കാലാവസ്ഥ കൂടുതലും പറയുന്നത് കേട്ടോ, കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ രാജ്യം അവിടെയല്ലേ ഉള്ളത്. അപ്പോൾ ഡിസംബർ 22 തൊട്ട് മാർച്ച് 21 വരെ നമുക്ക് എന്തായിരിക്കും? വിൻ്ററും ആയിരിക്കും. പടം വെച്ച് പഠിച്ചു വയ്ക്കുക. പിന്നെ ഡേറ്റ് ഒന്നും കാണാതെ ഓർക്കേണ്ട ആവശ്യം വരത്തില്ല, ലോജിക്ക് വെച്ച് കിട്ടും. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ചൂടത്തിരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്കിഷ്ടമല്ല. ചൂട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടി എങ്ങോട്ട് പോകും? AC ഉള്ള സ്ഥലത്തോട്ട് പോകും, അല്ലേ? നമ്മുടെ ഷോപ്പിംഗ് മാളുകളിലൊക്കെ ചുമ്മാ ചെന്ന് കയറി ഒരു 2 റൗണ്ടൊക്കെ അടിച്ചിട്ട് എന്ത് ചെയ്യും? ഇറങ്ങി വരും. ചൂട് സഹിക്കാൻ വയ്യ. അപ്പോൾ ചൂട് ഇഷ്ടമാണോ? ഇല്ല. അപ്പോൾ ചൂട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ ഓടുകയാണ്. ഓടുകയാണ്. അപ്പോൾ ചൂട് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ഓടുകയാണ്. എങ്ങോട്ട്? വിൻ്ററിലോട്ട്. അപ്പോൾ ഏതാ ഡേറ്റ് നോക്കിയേ? സെപ്റ്റംബർ 23 തൊട്ട് ഡിസംബർ 22 വരെ. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഓട്ടം സീസൺ എന്ന് പറയുന്നത്. ഓട്ടം സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? ഓടുന്ന സീസൺ എന്നല്ല, ഇല കൊഴിയുന്ന കാലമാണ്. ശിശിരം ഇല്ലേ? ഇല കൊഴിയും ശിശിരത്തിൽ പാട്ട് കേട്ടിട്ടില്ലേ? അപ്പോൾ ആ ശിശിരമാണ് ഓട്ടം എന്ന് പറയുന്നത്. കാരണം എന്താണ്? വരാൻ പോകുന്ന മഞ്ഞ് കാലമാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യക്കാർക്ക് പ്രശ്നമില്ലെങ്കിലും മറ്റ് രാജ്യങ്ങളൊക്കെ മഞ്ഞ് വീഴും. അപ്പോൾ ഈ മഞ്ഞ് വീഴ്ച ഇലയിലൊക്കെ തട്ടി നിൽക്കാതിരിക്കാൻ ഇല കൊഴിയാറാണ് പതിവ്, ഒരു അഡാപ്റ്റേഷനായിട്ട്. അപ്പോൾ അങ്ങനെ ഇല കൊഴിയുന്ന കാലമാണ് ഓട്ടം സീസൺ. സെപ്റ്റംബർ 23 തൊട്ട് ഡിസംബർ 22 വരെ. അപ്പോൾ മാർച്ച് അല്ലേ, അപ്പോൾ അങ്ങനെ വിൻ്റർ കഴിഞ്ഞു. മാർച്ച് 21 ആയപ്പോൾ സൂര്യൻ വീണ്ടും എവിടെ എത്തി? ഇക്വേറ്ററിന് നേരെ എത്തി. മഞ്ഞൊക്കെ എന്ത് ചെയ്തു? ഉരുകിപ്പോയി. അപ്പോൾ നഷ്ടപ്പെട്ട ഇലയൊക്കെ തിരിച്ചു വരണ്ടേ? അപ്പോൾ പുതിയ തളിരിലകൾ വരുന്നതാണ്, അല്ലേ? തളിരില എന്ത് ചെയ്യുകയാണ്? ഇങ്ങനെ പൊട്ടി മുളച്ച് ചാടി വരികയാണ്, നമ്മുടെ സ്പ്രിങ് പ്രസ് ചെയ്തിട്ട് വിടുന്ന പോലെ. സോ ആ സീസൺ വിളിക്കുന്ന പേരാണ് എന്ത്? സ്പ്രിങ് സീസൺ അല്ലെ? എന്താണ്? ഇലകൾ അല്ലെങ്കിൽ പുതിയ ആ തൈയും കാര്യമൊക്കെ ഇങ്ങനെ പൊട്ടി മുളച്ച് ഇങ്ങനെ പൊട്ടി സ്പ്രിങ് പ്രസ് ചെയ്തിട്ട് വിടുന്ന പോലെ ഇങ്ങനെ പൊട്ടി വരികയാണ് സ്പ്രിങ് സീസൺ. എപ്പോൾ തൊട്ടാ? മാർച്ച് 21 തൊട്ട് ഈ പറയുന്ന ജൂൺ 21 വരെ. ഇങ്ങനെയാണ് നമുക്ക് 4 സീസണുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒന്നുകൂടി നോക്കിയേ. ചൂട് കൂടുന്നത് സൂര്യൻ നോർത്തേൺ ഹെമിസ്ഫിയറിലാവുമ്പോഴാണ്. നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നേരെ. അപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നേരെ ആവുന്ന ജൂൺ 21 തൊട്ട് തിരിച്ച് ഇക്വേറ്ററിൻ്റെ അവിടെ എത്തുന്ന സെപ്റ്റംബർ 23 വരെയുള്ള സമയം നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മറിന് നേരെ ഓപ്പോസിറ്റ് വിൻ്റർ. ഡിസംബർ 22 തൊട്ട് മാർച്ച് 21 വരെ. ചൂട് സഹിക്കാൻ വയ്യാതെ നമ്മൾ ഓടും. അപ്പോൾ ചൂട് കഴിഞ്ഞ ഉടനെ ഓട്ടം. സെപ്റ്റംബർ 23 തൊട്ട് ഡിസംബർ 22 വരെ. മഞ്ഞൊക്കെ പോയി കഴിയുമ്പോൾ തിരിച്ച് തളിരുകൾ ഉണ്ടാകും, പൊട്ടി വരുന്നു, സ്പ്രിങ് പൊളച്ച് വരുന്ന പോലെ. സോ സ്പ്രിങ് മാർച്ച് 21 തൊട്ട് ജൂൺ 21 വരെ. ഇത് ഇത്രയും പറഞ്ഞത് നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെ കാര്യം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സദേൺ ഹെമിസ്ഫിയർ. നമുക്ക് സമ്മർ വരുന്നിടത്ത് ഇവിടെ എന്ത് വരും? ഇവിടെ വിൻ്റർ വരും. സമ്മർ വരുന്നിടത്ത് ഇവിടെ എന്ത് വരും? വിൻ്റർ വരും. വിൻ്റർ വന്നിടത്ത് ഇവിടെ എന്ത് വരും? സമ്മർ വരും. ഓട്ടം വന്നതിന് നേരെ എന്ത് വരും? സ്പ്രിങ് വരും. സ്പ്രിങ് വന്നതിന് നേരെ എന്ത് വരും? ഓട്ടം വരും. ഇതാണ് ഇവിടുത്തെ കാര്യം, സദേൺ ഹെമിസ്ഫിയറിൻ്റെ കാര്യം. ഇത്രയേ ഉള്ളൂ സീസൺസ്. സെറ്റാണ്. ഇത്രയേ ഉള്ളൂ സീസൺസ്. നമുക്ക് ഡിഫറെൻറ്റ് സീസൺസ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് ഇപ്പോൾ നിങ്ങൾ പറയും. കണ്ടോ, സ്പ്രിങ് ആകുമ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്? മഞ്ഞൊക്കെ ഉരുക്കി കഴിഞ്ഞു. കണ്ടോ, പുതിയ പൂക്കളും ഇലകളും ഒക്കെ വരുന്ന സമയമാണ്, അല്ലേ? എന്ത് പറ്റും? പ്ലാന്റ് ബ്ലൂം ആൻഡ് പ്രൊഡ്യൂസ് ഫ്രൂട്ട്, അല്ലേ? പുതിയ പഴങ്ങളും ചെടികളും ഒക്കെ മുളച്ച് വരുന്ന സമയം. ഈ സമയത്തിന് പ്രത്യേകത എന്താ നോക്കടാ. ഇതല്ലേ സ്പ്രിങ്. വിൻ്റർ സമയത്ത് നമുക്കറിയാം ഡേ ടൈം കുറവാണ്. സമ്മർ സമയത്ത് ഡേ ടൈം കൂടുതലാണ്.
അപ്പോൾ ഡേ ടൈം കുറഞ്ഞ വിൻ്ററിൽ നിന്നും ഡേ ടൈം കൂടിയ സമ്മറിലോട്ടുള്ള മാറ്റമല്ലേ സ്പ്രിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് പറ്റും? ഡേ ടൈമിൻ്റെ ഡ്യൂറേഷൻ ഗ്രാജുവലി കൂടി തുടങ്ങും. സമ്മർ എന്ന് പറയുമ്പോൾ അറിയാം എന്താണ്? ഹൈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആയിരിക്കും, ഡേ ടൈമിൻ്റെ ഡ്യൂറേഷൻ കൂടുതലായിരിക്കും, പ്രത്യേകിച്ച് പറയണ്ട. ഓട്ടം സീസൺ എന്തായിരിക്കും? ഞാൻ പറഞ്ഞു ഇല കൊഴിയും ശിശിരം. ട്രീസ് ഷെഡ് ദെയർ ലീവ്സ് ബിഫോർ ദ അറൈവൽ ഓഫ് വിൻ്റർ. എന്ത് പറ്റും? നോക്കടാ, സമ്മർ സമയത്ത് ഡേ ടൈം കൂടുതലാണ്, അവിടുന്ന് പോകുന്നതാണ് വിൻ്ററിലോട്ട്, ഡേ ടൈം കുറയുകയാണ്. അപ്പോൾ ഡേ ടൈം ഗ്രാജുവലി കുറഞ്ഞു തുടങ്ങുന്നത് ഓട്ടം സീസണിലാണ്. വിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറാണ്, മഞ്ഞ് വീഴ്ചയുണ്ട്, ഡേ ടൈം കുറവാണ്, നൈറ്റാണ് കൂടുതൽ. സെറ്റ് സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് നോട്ട് പഠിക്കാം. അതിന് മുന്നേ ആയിട്ട് ഇവിടെ കൂടെ നോക്കിയേ, ഇതൊന്ന് ഫില്ല് ചെയ്യാൻ ശ്രമിച്ചു. ഇത് ഫില്ല് ചെയ്യേണ്ടത് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ പറയാൻ പറ്റും. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് സീസൺ എപ്പോഴാണ്? നോക്ക്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് എപ്പോഴാണ്? മാർച്ച് തൊട്ട് ജൂൺ വരെ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് ആവുമ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ എന്താണ് ആവുന്നത്? ഓട്ടമാണ് ആകുന്നത്. അടുത്ത നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആവുന്ന എപ്പോഴാണ്? ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആവുമ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ. എപ്പോഴാണ് നോർത്തേൺ ഹെമിസ്ഫിയർ ഓട്ടം ആവുന്നത്? സെപ്റ്റംബർ തൊട്ട് ഡിസംബർ വരെ. തിരിച്ച് സ്പ്രിംഗ് ആവും അവിടെ. വിൻ്റർ ആവുന്ന എപ്പോഴാണ്? ഡിസംബർ തൊട്ട് മാർച്ച് വരെ. അവിടെ എന്തായിരിക്കും? സമ്മർ ആയിരിക്കും. ടേബിള് സെറ്റല്ലേ? ഓക്കെ അല്ലേ? സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ആ നോട്ടൊന്ന് നോക്കിയാലോ, അല്ലേ? നമുക്ക് നോട്ടൊന്ന് പഠിച്ചാലോ. നോട്ടിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കണമെന്ന് അറിയണ്ടേ? അപ്പോൾ നോട്ട് നോക്കിയേ, ഇവിടെ നോക്കിയോ. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് ആ ടേബിളാണ്. ഞാൻ ആ ടേബിൾ ഫുള്ള് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി കൂടുതലൊന്നും പറയരുത്, നിങ്ങൾ എഴുതിക്കൊള്ളണം. നമുക്ക് സീസൺസിലോട്ട് പോകാം. പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വാട്ട് ആർ സീസൺസ്? സീസൺസ് ആർ ദ റിസൾട്ട് ഓഫ് ദ എർത്ത് റെവല്യൂഷൻ ആൻഡ് ചേഞ്ചിങ് പൊസിഷൻ ഓഫ് ദ സൺ ഇൻ ദ സ്കൈ. അല്ലേ? സൂര്യൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്ന കാരണം, ഭൂമി റിവോൾവ് ചെയ്യുന്ന കാരണമാണ് എന്തുണ്ടാകുന്നത്? സീസൺസ് ഉണ്ടാകുന്നത്. ഓക്കെ, അങ്ങനെ സൈക്കിൾ ചേഞ്ചിനെയാണ് നമ്മൾ സീസൺ എന്ന് പറയുന്നത്. വൈ ഡു സീസൺസ് ഒക്കെ? പോയിന്റ് ആയിട്ട് ചോദിച്ചാൽ പോയിന്റ് ആയിട്ട് തന്നെ പറയണം. റെവല്യൂഷൻ ഓഫ് എർത്ത് കാരണം, ആക്സിസിൻ്റെ ടിൽറ്റ് കാരണം സൂര്യൻ്റെ പൊസിഷൻ അപ്പാരൻ്റ്ലി ഷിഫ്റ്റ് ചെയ്യും. അത് കാരണം സോളാർ എനർജിയുടെ വേരിയേഷൻ ഉണ്ടാകും. ഇത് കാരണമാണ് സീസൺസ് ഉണ്ടാകുന്നത്. ഈ സൈക്ലിക്കായ ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് സീസണൽ ചേഞ്ച് എന്ന് പറയുന്നത്. അതിലാദ്യം പഠിച്ച സീസണിൻ്റെ പേര് സ്പ്രിംഗ് സീസൺ. എന്താ പ്രത്യേകത? പ്ലാന്റുകൾ ബ്ലൂം ചെയ്യുന്നു എന്ന് വെച്ചാൽ പുതിയ കളയൊക്കെ വരുന്നു, ഡേ ടൈമിൻ്റെ സമയം കൂടി വരുന്നു, വെതർ ചൂടായി തുടങ്ങുന്നു. മാർച്ച് 21 തൊട്ട് ജൂൺ 21 വരെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ. സമ്മർ സീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറാണ്, ഡേ ടൈം കൂടുതലാണ്, ഹോട്ടസ്റ്റ് സീസണാണ്. ജൂൺ 21 തൊട്ട് സെപ്റ്റംബർ 23 വരെ. NH എന്ന് വെച്ചാൽ നാഷണൽ ഹൈവേ എന്നല്ല, നോർത്തേൺ ഹെമിസ്ഫിയർ എന്നാകുന്നു. അടുത്ത ഓട്ടം സീസൺ എന്ന് വെച്ചാൽ എന്താണ്? ഇല കൊഴിയുന്ന സമയം, ഡേ ടൈം കുറഞ്ഞു തുടങ്ങുന്നു, വെതർ തണുത്തു തുടങ്ങുന്നു. സെപ്റ്റംബർ തൊട്ട് ഡിസംബർ വരെ. ഈ ഡേറ്റ് കാണാതെ പഠിക്കാതിരിക്കാനായിട്ട് ഞാൻ ആ പടം വെച്ച് പറഞ്ഞു തന്നത്. ആ പിക്ചർ വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ഡേറ്റ് പിന്നെ കാണാതെ ഓർത്ത് വയ്ക്കണം. ആ പിക്ചറിൻ്റെ ഡേറ്റ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഏതിൽ നിന്ന് ഏതുവരെ അങ്ങനെ പഠിക്കുന്നാലേ ഓർമ്മയിരിക്കുള്ളൂ, അല്ലെങ്കിൽ മറന്നുപോവും, തെറ്റിപ്പോവും. വിൻ്റർ എന്തായിരിക്കും? ടെമ്പറേച്ചർ കുറവായിരിക്കും, മഞ്ഞ് വീഴ്ചയുണ്ട്, രാത്രി കൂടുതലായിരിക്കും, കോൾഡസ്റ്റ് സീസണാണ്, ഡിസംബർ തൊട്ട് മാർച്ച് വരെ. അപ്പോൾ എന്താ സീസൺ ചേഞ്ച്? ദ റെഗുലർ ചേഞ്ച് ഓഫ് സ്പ്രിംഗ്, സമ്മർ, ഓട്ടം ആൻഡ് വിൻ്റർ ഡ്യൂറിങ് ദ ഇയർ ഈസ് നോൺ as സീസണൽ ചേഞ്ച്. സെറ്റാണ്, ഓക്കെയാണ്, തീർന്നു. റവല്യൂഷൻ നമ്മൾ ഗെറ്റ് പഠിക്കുന്നു. അടുത്ത് നമ്മൾ വീണ്ടും എന്തിലോട്ട് പോകാൻ പോവുകയാണ്? ഭൂമിയുടെ റൊട്ടേഷൻ കാരണം ഉണ്ടാകുന്ന ഒരു കാര്യത്തിലേക്ക് പോവുകയാണ്. അതാണ് സമയത്തിൻ്റെ കാൽക്കുലേഷൻ. നിങ്ങളുടെയൊക്കെ അപ്പുപ്പനോ അമ്മുമ്മയോ ഒക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ അടുത്തൊക്കെ ചോദിച്ചാൽ പറ്റൂ? ഇല്ല. ഇത് ഞങ്ങളുടെ അടുത്ത് പണ്ട് ടീച്ചർമാർ പറഞ്ഞതാണ്. ഞാനൊക്കെ പഠിക്കും. നിങ്ങളുടെ അപ്പുപ്പൻ്റെ അടുത്തോ അമ്മുമ്മയുടെ അടുത്തോ സമയം ചോദിച്ചാൽ അവർ പെട്ടെന്ന് സൂര്യനെ നോക്കി സമയം പറഞ്ഞു വരുമെന്ന്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അപ്പുപ്പൻ്റെ അടുത്തൊക്കെ ചോദിച്ചാൽ ചിലപ്പം നടക്കണമെന്നില്ല. കാരണം അവരൊക്കെ വാച്ച് ഉപയോഗിച്ച് ശീലിച്ച ആൾക്കാരാണ്. പണ്ട് ഉണ്ടായിരുന്നവരൊക്കെ സൂര്യനെ നോക്കി സമയം പറയുന്നൊരു കാലം ഉണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര രസമുള്ളൊരു സാധനമാണ് ഈ സമയം എന്ന് പറയുന്നത്. ഓക്കെ, ട്രഡീഷണൽ സീസൺസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിവിടെ കിടപ്പുണ്ട് കേട്ടോ. നമ്മുടെ വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം, ശിശിരം. ഇതൊക്കെ എന്താണ്? 6 നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. തൽക്കാലം പഠിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ അതിലോട്ട് പോകുന്നില്ല കേട്ടോ. അപ്പോൾ നോക്കിയോ, സമയത്തിലേക്ക് വരാം. സമയത്തിൻ്റെ ഒരു അടിസ്ഥാനം കൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെയാണോ? അല്ല. ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നത് കാരണം സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും മാറി മാറി വരും. അതിനെയാണ് നമ്മൾ സമയത്തിൻ്റെ അടിസ്ഥാനമായിട്ട് ആദ്യകാലം മുതൽ തന്നെ കരുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇന്ന് നമ്മൾ ക്ലോക്കുകൾ നോക്കിയാണ് സമയം പറയുന്നത്.
അപ്പോൾ എങ്ങനെയാണ് ഈ ക്ലോക്ക് നോക്കിയുള്ള സമയം കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി വന്നത് എന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അടിസ്ഥാനമാണ്, ഭൂമി ഇങ്ങനെ ഇരിക്കുവാണ്. ഈ ഭൂമിയിൽ നമ്മൾ ഇങ്ങനെ 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 വെർട്ടിക്കലി വരയ്ക്കുന്ന ലൈനുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലോഞ്ചിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്, അല്ലേ? മൊത്തം 360 ലോഞ്ചിറ്റ്യൂഡുകളാണ് നമുക്കുള്ളത്. കാരണം ഭൂമി മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സർക്കിളായിട്ട് തോന്നും. ഒരു സർക്കിളിനകത്തുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രിയാണ്. സോ നമുക്ക് എത്ര ലോഞ്ചിറ്റ്യൂഡ് ഉണ്ട്? 360 ലോഞ്ചിറ്റ്യൂഡ് ഉണ്ട്. ഈ ലോഞ്ചിറ്റ്യൂഡിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സമയം കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇന്ന് നമ്മുടെ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളൊന്ന് നോക്കിയാൽ ഇതൊരു ഫുട്ബോൾ മത്സരമാണ്. റിയൽ മാഡ്രിഡും അതുപോലെ FC ബാഴ്സലോണയും. കുറച്ചു കാലം മുമ്പ് വരെ ഇത് റൊണാൾഡോ വേഴ്സസ് മെസ്സി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലേ? റയൽ മാഡ്രിഡിനകത്ത് റൊണാൾഡോ ഉണ്ടായിരുന്നു, ബാഴ്സലോണയ്ക്കകത്ത് ആരുണ്ടായിരുന്നു? മെസ്സി ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരൊക്കെ വേറെ ടീമിൽ പോയി, അല്ലേ? ഇപ്പോൾ പുതിയ ആൾക്കാരാണ്. എന്നാലും ഫുട്ബോൾ കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. ഫുട്ബോൾ ഭ്രാന്തന്മാരായ നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്ത് ചോദിച്ചാൽ അവർ പറയും, അല്ലേ, ഈ പറയുന്ന ഓരോ കപ്പുകളുണ്ടല്ലോ, എനിക്ക് സത്യം പറഞ്ഞ കളിയുടെ അത്ര വശമില്ല കേട്ടോ. ഈ ലാലിഗ അങ്ങനെ എന്തൊക്കെ പറയും, യൂറോ കപ്പോ അങ്ങനെ എന്തൊക്കെയോ കുറേ ഫുട്ബോൾ മാച്ച് ടൂർണമെൻറ്റുകളുണ്ടല്ലോ. ഈ ടൂർണമെൻറ്റൊക്കെ ലൈവ് കാണാനായിട്ട് പാതി രാത്രിയും വെളുപ്പം കാലത്തൊക്കെ ഉറക്കമുളഞ്ഞിരുന്നേ കാണാൻ പറ്റുള്ളൂ. കാരണം അത് നടക്കുന്നത് ലൈവായിട്ട് ഇവിടെ കാണണമെങ്കിൽ ഇവിടെ അപ്പോൾ രാത്രിയും അവിടെ അപ്പോൾ പകലുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയിട്ടുണ്ട്. എല്ലായിടത്തും സമയം ഒരുപോലെ അല്ല. ഇപ്പം എന്താ, ബ്രസീലിലാണ് ഒരു മാച്ച് നടക്കുന്നത് 4 മണിക്കാണെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ അടുത്ത ദിവസം എത്തി. നമുക്ക് 12:30-ക്കാണ്, രാത്രി 12:30-ക്കാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ലൈവ് ടെലികാസ്റ്റ് കാണാൻ പറ്റുന്നത്. ഇനി അത് ലോസ് ഏഞ്ചലസിൽ ഇരിക്കുന്നവൻ കുറച്ചുകൂടി നേരത്തെ 11 AM എന്ത് ചെയ്യും, കാണും. അപ്പോൾ നിങ്ങൾ ചോദിക്കും സമയം എന്ന് പറഞ്ഞാൽ തെറ്റാണോ? അല്ല, സമയം എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ദിവസം ഉദിക്കുന്നു അസ്തമിക്കുന്നു ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു 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 ജോലിയും കാര്യങ്ങളൊക്കെ ഒരു സമയവും നിഷ്ഠയൊക്കെ വേണ്ടേ? അതിന് വേണ്ടിയിട്ട് പൂർവികരെ തുടങ്ങി വെച്ച സമയമോ ഒരു സമ്പ്രദായമാണ് ഈ സമയം എന്ന് പറയുന്നത്. അതിൻ്റെ ശാസ്ത്രീയ അടിത്തറയും സത്യം പറഞ്ഞാൽ അവിടെയാണ്. കുറേ പണ്ടത്തെ ആൾക്കാർ സുമേരിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് ജീവിച്ചിരുന്ന മനുഷ്യന്മാരാണ് ഈ 60-ൻ്റെ ഒരു കളി കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. അതായത് 60 സെക്കൻഡ് ചേരുമ്പോൾ 1 മിനിറ്റ്, 60 മിനിറ്റ് ചേരുമ്പോൾ 1 മണിക്കൂർ, അല്ലേ? നമ്മൾ സാധാ 10-ൻ്റെതാണ് എടുക്കാറ്. ഡെസിമൽ നമ്മളെപ്പോഴും ഈ പറയുന്ന 10, 100 അങ്ങനെ എടുത്ത് പോകുന്ന പതിവ്. പക്ഷേ സമയത്തിൽ മാത്രം നമ്മൾ 60 വെച്ചാണ് കളിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ പണ്ട് തൊട്ടേ ശീലിച്ചു വന്നൊരു കാര്യം. സൂര്യനെയും പിന്നെ ചന്ദ്രനെയും ഒക്കെ നോക്കിയിട്ട് നമ്മൾ പല കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് മാറി വന്നതാണ്. സോ ഒരു ചരിത്രത്തിലോട്ട് പോകാതിരിക്കുന്നത് നല്ലത്. നിങ്ങൾ നോക്കേണ്ടത് 1884 എന്ന് പറയുന്ന വർഷത്തിൽ ഒരു ഇൻ്റർനാഷണൽ മെറീഡിയൻ കോൺഫറൻസ് നടക്കുകയാണ് നമ്മുടെ USA-യിൽ വെച്ചിട്ട്. 27 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അവിടെ എത്തുന്നു. അവർ പറയുകയാണ്, ഇനി മുതൽ നമ്മൾ സമയം ഈ പറയുന്ന സൂര്യനെയും ചന്ദ്രനെയും ഒന്ന് നോക്കിയപ്പോൾ പോരാ, നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഭൂമിയിൽ വരച്ചേക്കുന്ന ഇമാജിനറി ലൈനായിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡുകൾ ഉപയോഗിച്ച് നമുക്ക് സമയം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ നമുക്ക് ലോഞ്ചിറ്റ്യൂഡ് ഉപയോഗിച്ച് സമയം കാൽക്കുലേറ്റ് ചെയ്യാം? അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇംഗ്ലണ്ടിൽ ഗ്രീനിച്ച് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ബ്രിട്ടീഷ് ഒബ്സർവേറ്ററി ഇരിക്കുന്ന ഗ്രീനിച്ച്. ആ ഗ്രീനിച്ചിൽ കൂടെ കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എന്ന് വിളിച്ചു. എന്ത് വിളിച്ചു? 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എന്ന് വിളിച്ചു. ഒരു പടം ഇവിടെ ഉണ്ടായിരുന്നു, ഇതാ കണ്ടോ. ഇതാ ഇവിടെ ഈ യൂറോപ്പിൽ ഈ പറയുന്ന ഭാഗത്ത് ഓക്കെ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, കടന്നു പോകുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എന്ന് വിളിച്ചു. ഇത് ബ്രിട്ടീഷ് ഒബ്സർവേറ്ററി കൂടി പോവാണ്. കാരണം ഈ 1884 എന്നൊക്കെ പറയുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെയൊക്കെ പ്രതാപകാലമാണ്. കാരണം ഇംഗ്ലണ്ടാണല്ലോ കൂടുതലും മറ്റു രാജ്യങ്ങൾ കോളനിയൊക്കെ ആക്കിയത്. അപ്പോൾ അങ്ങനെ കൂട്ടിയാൽ മതി. അവിടെ വെച്ച് ഒരു തീരുമാനം എടുക്കുന്നു, ഇനി മുതൽ നമ്മൾ സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ലോഞ്ചിറ്റ്യൂഡിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എങ്ങനെയാണ് സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു ദിവസം എന്ന് പറയുന്നത് നമുക്കറിയാം, അന്നത്തെ കാലത്തെ കണക്ക് പറയണം. ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മണിക്കൂറാണ്? 24 മണിക്കൂറാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. ഈ 24 മണിക്കൂർ കൊണ്ട് ഭൂമി ഒരു തവണ കറങ്ങി വരും. അതായത് എത്ര ഡിഗ്രി കറങ്ങി വരും? 360 ഡിഗ്രിയാണല്ലോ കറങ്ങി വരുന്നത്. അപ്പോൾ 360 ഡിഗ്രി ഭൂമി കറങ്ങിയെടുക്കാൻ വേണ്ട സമയം 24 മണിക്കൂർ, അല്ലെങ്കിൽ 1440 മിനിറ്റ്, അല്ലേ? 24 × 60 1440 അല്ലേ? 1440 മിനിറ്റ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 1 ഡിഗ്രി കറങ്ങാൻ ഭൂമിക്ക് വേണ്ടത് 1440 ഡിവൈഡഡ് ബൈ 360, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 മിനിറ്റ് സമയം. ഭൂമിക്ക് 1 ഡിഗ്രി കറങ്ങാൻ വേണ്ടി വരുന്ന സമയം 4 മിനിറ്റ്. നമുക്കറിയാം 60 മിനിറ്റ് ചേരുമ്പോഴാണ് 1 മണിക്കൂർ. അപ്പോൾ ഈ പറയുന്ന 15 ഡിഗ്രി കറങ്ങാൻ നമുക്ക് എത്ര വേണം? 1 മണിക്കൂർ സമയമാണ് വേണ്ടത്. എത്ര വേണം? 1 മണിക്കൂർ സമയം വേണം. കൺഫ്യൂഷൻ ഇപ്പോൾ തന്നെ വന്ന് കാണും, പേടിക്കണ്ടടാ. ഇതൊരു സയൻറ്റിഫിക്കായ രീതി നമ്മൾ ആവിഷ്കരിച്ചെടുക്കുകയാണ്. 27 രാജ്യക്കാർ കൂടി ഇരുന്ന് കണ്ടുപിടിക്കുന്നതാണ്.
360 ഡിഗ്രിയാണ് ഭൂമി കറങ്ങുന്നത്. അതിന് വേണ്ട സമയം 24 മണിക്കൂർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ 24 മണിക്കൂർ ഇത് എവിടെ നിന്നാണ് വന്നത്? പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു വന്നപ്പോൾ നമ്മളങ്ങ് വിശ്വസിച്ചതാണ്. ഓക്കെ, അങ്ങനെ കൂട്ടിയാൽ മതി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 60 മിനിറ്റ് കഴിയുമ്പോഴല്ലേ ഒരു മണിക്കൂർ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ 1440 മിനിറ്റ് എടുക്കും ഒരു ഭൂമി 360 ഡിഗ്രി കറങ്ങാൻ. എങ്കിൽ 1 ഡിഗ്രി കറങ്ങാൻ എത്ര വേണം? 4 മിനിറ്റ് വേണം. 15 ഡിഗ്രി കറങ്ങാൻ എത്ര വേണം? 1 മണിക്കൂർ വേണം. അപ്പോൾ നമ്മുടെ മൊത്തം ഭൂമിയെ നമ്മൾ എന്ത് ചെയ്തു? ഈ 360/15 24 ടൈം സോണുകളായിട്ട് ഡിവൈഡ് ചെയ്തു. എത്ര ഡിവൈഡ് ചെയ്തു? വലത്തോട്ട് 12, ഇടത്തോട്ട് 12 ചേർത്ത് എത്ര? 24 ടൈം സോണുണ്ട്. നമുക്ക് എത്രയുണ്ട്? 24 ടൈം സോണുകളായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഓരോ രാജ്യത്തിലൂടെയും കടന്നു പോകുന്ന ടൈം സോൺ ഏതെന്നുള്ളത് നമ്മൾ എടുക്കും. ഇപ്പോൾ അമേരിക്കയുടെ നടുക്കൂടെ ഇപ്പോൾ ഇന്ത്യ എടുക്കുക. ഇന്ത്യ അതാ ഇവിടെ കാണുന്നുണ്ടല്ലോ. ഇന്ത്യ കാണുന്നില്ല ഇവിടെ. ഇന്ത്യയുടെ അയ്യോ അതാ നടക്കുന്നു. ഇതല്ലേ ഇന്ത്യ? ഇന്ത്യയുടെ ഏതാണ്ട് നടുക്കൂടെ കടന്നു പോകുന്ന കണ്ടോ? ഏതാണ്ട് ഇതുവഴി ലോഞ്ചിറ്റ്യൂഡ് കടന്നു പോകും. ആ ലോഞ്ചിറ്റ്യൂഡുകളെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? സമയം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ ലോഞ്ചിറ്റ്യൂഡ് നോക്കി ഇങ്ങനത്തെ കാൽക്കുലേഷനൊക്കെ ചെയ്ത് ഇപ്പോഴത്തെ സമയം എത്രയാണെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ അതെന്ത് ചെയ്യും? ഫോളോ ചെയ്യും. 1906 മുതലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എന്ത് ചെയ്തത്? ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. അപ്പോൾ ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മിർസാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളൊരു ക്ലോക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ആന്ധ്രയിലെ കാക്കിനടയിലോ എന്തോ ഒരു ക്ലോക്ക് ടവർ കൂടെ ഉണ്ട്. ഇതിനെ നോക്കി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വാച്ചുകൾ സെറ്റ് ചെയ്യണം. അതനുസരിച്ച് നമ്മൾ യൂണിഫോം ടൈം എന്ത് ചെയ്യും? ലോകം മൊത്തത്തിലും കാൽക്കുലേറ്റ് ചെയ്യും. ഇതാണ് സമയം കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കോ, സമയം കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞു. ഇത് ചരിത്രമാണ്, ഇതൊന്ന് അറിഞ്ഞിരിക്കുക. കണ്ടോ, ഭൂമിക്ക് 24 മണിക്കൂർ വേണം ഒരു റൊട്ടേഷൻ കവർ ചെയ്യാൻ, അല്ലെ 360 ഡിഗ്രി കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ 360 ഡിഗ്രി കവർ ചെയ്യാൻ വേണ്ടത് 24 മണിക്കൂറാണെങ്കിൽ 15 ഡിഗ്രിക്ക് വേണ്ടത് എത്രയാണ്? 1 മണിക്കൂറാണ്. സോ 15 ഡിഗ്രി കറങ്ങുന്നത് 1 മണിക്കൂർ, 60 മിനിറ്റ്. 1 ഡിഗ്രിക്ക് വേണ്ടത് 4 മിനിറ്റ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഈ പറയുന്ന ഭൂമിയെ സമയം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ശാസ്ത്രീയ രീതി കൊണ്ടുവന്നു. ഇവിടെ നിർത്തുന്നു. ലോക്കൽ ടൈം എന്താണെന്നും ഇപ്പോൾ കൺഫ്യൂഷൻ ആയി കാണും അല്ലേ? സ്റ്റാൻഡേർഡ് ടൈം, ഗ്രീൻവിച്ച് ടൈം, ഈ പറയുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, ടൈം ലൈന്, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ കാര്യങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഒന്ന് സങ്കല്പിച്ച് ഒന്ന് സെറ്റാക്കി വയ്ക്കുക. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് ഈ ചാപ്റ്റർ എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നോക്കിയോ, ടൈം ആൻഡ് ടൈം ഡിഫറൻസ് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും അല്ലേ? ഭൂമിയുടെ റൊട്ടേഷൻ കാരണം ഈ പറയുന്ന സമയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് ലൈവ് കളിയുടെ കാര്യമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇത് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാണ് കേട്ടോ. അപ്പോൾ ടൈം സോണുകൾ എന്താണ്? ഭൂമിയെ നമ്മൾ 24 ടൈം സോണുകൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 15 ഡിഗ്രി വെച്ചിട്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ 0 ഡിഗ്രിയിലെ സമയം നമുക്കറിയാമെങ്കിൽ 15 ഡിഗ്രി മാറിയ സ്ഥലത്ത് എത്ര സമയം എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. എങ്ങനെ പറ്റും? നമുക്കറിയാം 15 ഡിഗ്രി കറങ്ങാൻ വേണ്ടത് 1 മണിക്കൂറാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 1 മണിയാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 2 മണിയായിരിക്കും. അത് കഴിഞ്ഞ് 15 ഡിഗ്രി മാറിയിട്ട് എത്ര മണിയായിരിക്കും? 3 മണിയായിരിക്കും. അപ്പോൾ അവിടുത്തെ ക്ലോക്ക് നമ്മൾ ആ രീതിക്ക് സെറ്റ് ചെയ്തിട്ട് അവിടുത്തെ രാജ്യക്കാരടുത്ത് പറയും, നിങ്ങൾ ഈ ടൈം ഫോളോ ചെയ്തോളണം, ഇനി തൊട്ട് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോയിക്കോളാം. ഇത് നോക്കാനായിട്ട് ഇന്ന് അറ്റോമിക് ക്ലോക്കുകളൊക്കെയാണ് നമ്മൾ പലയിടത്തും യൂസ് ചെയ്യുന്നത്. സോ കുറച്ച് കൺഫ്യൂസിങ് ആയ കാര്യം തന്നെയാണ്. തൽക്കാലം ഇത്രയെങ്കിലും മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത ക്ലാസ് നമുക്ക് ടൈം കാൽക്കുലേഷൻ അല്ലെങ്കിൽ ടൈമിൻ്റെ രീതികളൊക്കെ ഒന്നേന്ന് പഠിക്കാം. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.